ഹായ് പ്രിയപ്പെട്ടവരെ, സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാം ഭാഗത്തിൽ നമ്മൾ മനസ്സിൻ്റെ 3 തലങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ യുദ്ധത്തെക്കുറിച്ചാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സിദ്ധാന്ത പ്രകാരം നമ്മുടെ വ്യക്തിത്വം രൂപപ്പെട്ടിരിക്കുന്നത് 3 പ്രധാന വ്യവസ്ഥകൾ കൊണ്ടാണ്. ഇവയാണ് ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ അഥവാ ഇദ്, അഹം, അത്യഹം എന്നിവ. ആദ്യം നമുക്ക് ഇദ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ മനസ്സിലെ ഒരു വാശി പിടിപ്പിക്കുന്ന കൊച്ചുകുട്ടിയെ പോലെയാണ്. ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ജന്മവാസനകളുടെ കേന്ദ്രമാണ് ഇദ്. ഇതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, സുഖം അഥവാ പ്ലഷർ പ്രിൻസിപ്പിൾ. നിയമങ്ങളോ ശരിതെറ്റുകളോ സാമൂഹിക മര്യാദകളോ ഒന്നും ഇദ് നോക്കാറില്ല. വിശക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ഭക്ഷണം ആരുടേതാണ് എന്ന് നോക്കാതെ തട്ടിയെടുക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ആരെയെങ്കിലും അടിക്കാൻ തോന്നുന്നത്, ഇതെല്ലാം ഈ ഇദ് കാരണമാണ്. ഇതിന് നേരെ വിപരീതമായി നിൽക്കുന്ന ഒന്നാണ് അത്യഹം അഥവാ സൂപ്പർ ഈഗോ. ഇത് നമ്മുടെ ഉള്ളിലെ കടുത്ത സദാചാരവാദിയായ ഒരു പോലീസുകാരനെ പോലെയാണ്. മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കുന്ന ശരിതെറ്റുകളും മൂല്യങ്ങളുമാണ് സൂപ്പർ ഈഗോയെ നയിക്കുന്നത്. നിയമങ്ങൾ മാത്രം നോക്കുന്ന ഇത് ധാർമ്മികതയുടെ തത്വത്തിലാണ് അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്. ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും കടുത്ത കുറ്റബോധം ഉണ്ടാക്കി നമ്മുടെ ഉറക്കം കെടുത്താൻ ഈ സൂപ്പർ ഈഗോയ്ക്ക് കഴിയും. ഇനി ചിന്തിച്ചു നോക്കൂ, ഒരു വശത്ത് എന്ത് തെറ്റും ചെയ്ത് സുഖം മാത്രം ലക്ഷ്യമിടുന്ന ഇത്, മറുവശത്ത് ഒന്നിനും സമ്മതിക്കാത്ത കഠിനക്കാരനായ സൂപ്പർ ഈഗോ. ഇവർ രണ്ടുപേരും കൂടി നമ്മുടെ ഉള്ളിൽ നിരന്തരം യുദ്ധം ചെയ്യുകയാണ്. ഈ യുദ്ധം പരിഹരിക്കാൻ നടുവിൽ നിൽക്കുന്ന ആളാണ് അഹം അഥവാ ഈഗോ. ഈഗോ പ്രവർത്തിക്കുന്നത് യാഥാർത്ഥ്യ ബോധത്തിലാണ് അഥവാ റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ്. ഫ്രോയിഡ് ഈഗോയെ വിശേഷിപ്പിച്ചത് വ്യക്തിത്വത്തിന്റെ പാലകൻ അഥവാ എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി എന്നാണ്. ഇതിന്റെ ആഗ്രഹങ്ങളെ തള്ളിക്കളയാതെ, അതേസമയം സൂപ്പർ ഈഗോയുടെ നിയമങ്ങൾ ലംഘിക്കാതെ യാഥാർത്ഥ്യത്തിന് അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഈഗോയാണ്. ഒരു കുതിരക്കാരൻ വാശി പിടിക്കുന്ന കുതിരയെ നിയന്ത്രിക്കുന്നത് പോലെ ഈഗോ ഉള്ളിലെ ഇദ്ദിനെ അടക്കി നിർത്തുന്നു. ഇവ 3 തമ്മിലുള്ള സന്തുലിത അവസ്ഥയാണ് ഒരാളുടെ നല്ല വ്യക്തിത്വത്തിന് കാരണം. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ കൂടുതൽ ആധിപത്യം ആർക്കാണ്? ഇദ്ദിനാണോ അതോ സൂപ്പർ ഈഗോയ്ക്കാണോ? താഴെ കമന്റ് ചെയ്യൂ. ഈ സീരീസിന്റെ അവസാന ഭാഗത്തിൽ ഫ്രോയിഡിന്റെ ഏറ്റവും വിവാദമായിട്ടുള്ള മനോലൈംഗിക വികാസ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് മിസ്സാക്കാതിരിക്കാൻ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ കൂടുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. വീണ്ടും കാണാം.